നമ്മുടെ നാട് നടുങ്ങിയ മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ദുരന്തം നടന്ന് ഒരു വർഷം പൂർത്തിയാകുന്ന ദിവസമാണിത്. അപകടത്തിൽ 298 മരണങ്ങളാണ് ഔദ്യോഗികമായി സ്ഥിരീകരിക്കപ്പെട്ടത്. ഒരു നാട് തന്നെ ഭൂപടത്തിൽ നിന്നും ഇല്ലാതാകുന്ന കാഴ്ചയായിരുന്നു അത്. ഈ ദുരന്തത്തിനൊക്കെ പിന്നാലെയും നമ്മൾ സാക്ഷ്യം വഹിച്ചത് രാജ്യം കണ്ട മാതൃകാ രക്ഷാപ്രവർത്തനത്തിനായിരുന്നു. ഒരു വർഷത്തിനിപ്പുറം ദുരന്ത ഭൂമിയിലേക്ക് വീണ്ടും ഒരു യാത്ര നടത്തുകയാണ് ന്യൂസ് മലയാളം റിപ്പോർട്ടർ ബെൻസൺ ബാബു. 2024 ജൂലൈ 30 ശക്തമായ മഴയുള്ളൊരു ദിവസമായിരുന്നു. അന്ന് പുലർച്ചെ 1 മണിക്കും 2 മണിക്കും ഇടയിൽ ചാനലിന്റെ ബ്രേക്കിംഗ് ഗ്രൂപ്പുകളിൽ തുടർച്ചയായി മെസ്സേജുകൾ വരുന്നുണ്ട്. മുണ്ടക്കൈ ചൂരൽമല മേഖലയിൽ ഉരുൾപൊട്ടിയിട്ടുണ്ട് എന്നായിരുന്നു വാർത്ത. അന്ന് വയനാട് റിപ്പോർട്ടറായിട്ടുണ്ടായിരുന്നത് അനഘ ചേച്ചിയായിരുന്നു. ചേച്ചിയുടേതായിരുന്നു മെസ്സേജുകൾ. പിന്നീടാണ് ഓരോ പ്രതികരണങ്ങളും വോയിസ് ക്ലിപ്പുകളും ദൃശ്യങ്ങളും പുറത്തു വരുന്നത്. അത് കാണുമ്പോഴും എത്രത്തോളം വലിയ അപകടമാണ് എന്ന് ആദ്യഘട്ടത്തിൽ മനസ്സിലായിരുന്നില്ല. പിന്നീടാണ് പുത്തുമലയിൽ ഇതിനു മുൻപ് സംഭവിച്ച അപകടത്തെക്കാൾ വലിയ അപകടമാണ് സംഭവിച്ചത് എന്ന് മനസ്സിലാകുന്നത്. ഏകദേശം 2 മണിയോടുകൂടി തന്നെ കോൾ വന്നു. ചൂരൽമലയിലേക്ക് പുറപ്പെടണമെന്ന് പറയുന്നു. ഞാനും ഷാഫിക്കയും അഖിലും ഞങ്ങൾ 3 പേരുമാണ് അന്ന് പുലർച്ചെ തന്നെ ചൂരൽമലയിലേക്ക് എത്തുന്നത്. റിപ്പോർട്ടിങ്ങിന്റെ ഭാഗമായി ഏകദേശം 30 ദിവസത്തിലധികം ഞാൻ ചൂരൽമലയിലുണ്ടായിരുന്നു. ഒരു നാടിനെ ഒന്നാകെ ഭൂപടത്തിൽ നിന്നും തുടച്ചു മാറ്റിയ ആ മഹാദുരന്തം നടന്നിട്ടിപ്പോൾ 1 വർഷം പൂർത്തിയാവുകയാണ്. അതിജീവന പോരാട്ടത്തെ നയിക്കുന്ന ഒരുപാട് പേർ ഇപ്പോഴും ചൂരൽമലയിലും മുണ്ടക്കയിലും മറ്റ് പ്രദേശങ്ങളിലുമായി താമസിക്കുന്നുണ്ട്. പുനരധിവാസ പ്രവർത്തനങ്ങൾ അതിൻ്റെ ഏറ്റവും നല്ല ഘട്ടത്തിലൂടെയാണ് ഇപ്പോൾ കടന്നു പോകുന്നത്. മഹാദുരന്തത്തിന്റെ അവശേഷിപ്പുകൾ ഇപ്പോഴും ചൂരൽമലയിലും മുണ്ടക്കയിലും തുടരുന്നുണ്ട്. ഈ അതിജീവന പോരാട്ടത്തിൽ മുൻപന്തിയിൽ നിന്ന് ആ പോരാട്ടം നയിക്കുന്ന ആ ജനതയെ വീണ്ടും ഒന്ന് കാണാൻ വേണ്ടിയാണ് ഇപ്പോൾ ഈ യാത്ര നടത്തുന്നത്. 1 വർഷത്തിനിപ്പുറം ചൂരൽമലയിലും മുണ്ടക്കയിലെയും ആ ജനങ്ങൾക്ക് എന്തൊക്കെ മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. അവർക്ക് ആ ഒരു അപകടത്തിന്റെ അല്ലെങ്കിൽ ആ ഒരു വലിയ നടുക്കത്തിന്റെ ആ ഭീതിയിൽ നിന്നും വിട്ടുമാറാൻ സാധിച്ചിട്ടുണ്ടോ? അവരെ സന്ദർശിക്കണം, അവരോടൊപ്പമായിരിക്കണം. അതിനുവേണ്ടിയാണ് ഈ യാത്ര. ചെളിമൂടിയ ചൂരൽമലയങ്ങാടി, കൂറ്റൻ മരങ്ങളും പാറകളും അടിഞ്ഞു നിൽക്കുന്ന വെള്ളാർമല സ്കൂൾ, പൂർണ്ണമായും തകർന്ന വീടുകൾ, വ്യാപാര സ്ഥാപനങ്ങൾ, ആർത്തു പെയ്യുന്ന മഴ, കുത്തിയൊലിക്കുന്ന പുന്നപ്പുഴ, ഇവയ്ക്കിടയിലൂടെ ഉറ്റവരെയും ഉടയവരെയും തേടുന്ന ഒരു നാട്. ഇതായിരുന്നു ആദ്യ കാഴ്ചകൾ. കഴിഞ്ഞ 1 വർഷത്തിനുള്ളിൽ നിരവധി തവണ അവിടേക്ക് പോയിട്ടുണ്ട്. പക്ഷേ ഈ യാത്ര വല്ലാതെ നൊമ്പരപ്പെടുത്തുന്നുണ്ട്. 1 വർഷത്തിനിപ്പുറം ഈ ജനത ഒരു പോരാട്ടത്തിലാണ്, അതിജീവനത്തിനായുള്ള പോരാട്ടത്തിൽ. ഞാൻ വിദേശത്ത് പരിപാടികളെല്ലാം നിർത്തി എൻ്റെ ഭാര്യേൻ്റെ ആഗ്രഹമാണ് ഇങ്ങനെ ഒരു സ്ഥാപനം തുടങ്ങണം എന്നുള്ള ആഗ്രഹം. അപ്പം ഞാൻ ഒന്നും ചിന്തിച്ചില്ല. പെട്ടെന്ന് ഇതാണ് അവർക്ക് വേണ്ടി ഇനി എനിക്ക് ചെയ്യാനുള്ളത്. അവർക്ക് വേണ്ടി ഒരുപാട് ചെയ്യാൻ ബാക്കി വെച്ചിരുന്നു, ഒരുപാട് ആഗ്രഹങ്ങളുണ്ട്. ഭാര്യയെയും മക്കളെയും മാതാപിതാക്കളെയും അടക്കം 11 പേരെയാണ് നൗഫലിന് ആ ഇരുണ്ട രാത്രിയിൽ നഷ്ടമായത്. മുണ്ടക്കൈ ജുമാ മസ്ജിദിന് തൊട്ട് സമീപത്തായിരുന്നു നൗഫലിന്റെ വീട്. ഇന്ന് വീടിരുന്ന സ്ഥാനത്ത് ഒരടയാളം പോലും അവശേഷിക്കുന്നില്ല. ഉറ്റവരും ഉടയവരും നഷ്ടപ്പെട്ട നൗഫലിനെ കൂട്ടുകാരും നാടും ചേർത്തു പിടിച്ചു. കുടുംബം ആഗ്രഹിച്ചതുപോലെ നൗഫൽ ഒരു ഹോട്ടൽ തുടങ്ങി. അവരുടെ ഓർമ്മയ്ക്കായി ഹോട്ടലിന് ജൂലൈ 30 എന്ന് പേര് നൽകി.
ശ്മശാനമൂകതയാണ് ചൂരൽമലയിൽ. അങ്ങാടിയിലെ വ്യാപാര സ്ഥാപനങ്ങളൊന്നും തുറന്നു പ്രവർത്തിക്കുന്നില്ല. 1 വർഷത്തിനിപ്പുറവും ആ മഹാദുരന്തത്തിന്റെ അവശേഷിപ്പുകൾ ഇവിടെയുണ്ട്. ചൂരൽമലയെയും മുണ്ടക്കയെയും തമ്മിൽ ബന്ധിപ്പിക്കാൻ പുന്നപ്പുഴയ്ക്ക് കുറുകെ നിർമ്മിച്ച ബെയിലി പാലം, അന്ന് രക്ഷാപ്രവർത്തനത്തിൽ ഏറെ നിർണായകമായിരുന്നു ബെയിലി പാലം. ആദ്യഘട്ടത്തിൽ മരത്തടികൾ കൂട്ടിച്ചേർത്തുണ്ടാക്കിയ പാലത്തിലൂടെയായിരുന്നു രക്ഷാപ്രവർത്തനം. പിന്നീട് സൈന്യമെത്തുന്നു. ബെയിലി പാലത്തിന്റെ നിർമ്മാണം പൂർത്തീകരിക്കുന്നു. സ്ഥിര സംവിധാനം ഉണ്ടാകുന്നതുവരെ ബെയിലി പാലം ചൂരൽമലയിൽ തുടരും. ബെയിലി പാലത്തിൽ നിന്നാൽ വെള്ളാർമല സ്കൂൾ കാണാം. സ്കൂൾ ഇന്ന് പൂർണ്ണമായും ഉപയോഗശൂന്യമാണ്. ദിശ മാറി ഒഴുകുന്ന പുന്നപ്പുഴ സ്കൂൾ മുറ്റത്തൂടെയും സ്കൂളിന്റെ താഴ്ഭാഗത്തെ കെട്ടിടത്തിനുള്ളിലൂടെയുമാണ് ഒഴുകുന്നത്. മുണ്ടക്കൈ ജുമാ മസ്ജിദിന് സമീപം വരെ മാത്രമേ ഇപ്പോൾ പ്രവേശനമുള്ളൂ. മഴ കനത്തു. കോടമഞ്ഞിൽ പുഞ്ചിരിമട്ടത്തെ ഉരുൾപൊട്ടലിന്റെ ഉത്ഭവസ്ഥാനം കാണാം. പാതി തകർന്ന മുണ്ടക്കൈ ജുമാ മസ്ജിദ് ഉരുൾപൊട്ടലിന്റെ വ്യാപ്തി എത്രത്തോളമെന്ന് പറയാതെ പറയുന്നു. മുണ്ടക്കൈ ഒന്നാകെ ശൂന്യമാണ്. അടഞ്ഞുകിടക്കുന്ന വീടുകൾ, ആരാധനാലയങ്ങൾ, കടകൾ, ആശുപത്രി. ഒരു നാട് പൂർണ്ണമായും ഇല്ലാതായിരിക്കുന്നു. ഇന്ന് മേപ്പാടിയിലാണ് വെള്ളാർമല സ്കൂൾ പ്രവർത്തിക്കുന്നത്. ആ കുട്ടികളെ കാണാതെ, ഉണ്ണിമാഷിനെ കാണാതെ എങ്ങനെ മടങ്ങാൻ കഴിയും? 32 കുരുന്നുകളെയാണ് അന്ന് വെള്ളാർമല സ്കൂളിന് നഷ്ടമായത്. ദുരന്തത്തെ അതിജീവിച്ച ഓരോ കുരുന്നുകളെയും ആഘാതത്തിൽ നിന്നും പുറത്തു കൊണ്ടുവരാൻ വലിയ പോരാട്ടം തന്നെ നടത്തേണ്ടി വന്നുവെന്ന് ഉണ്ണികൃഷ്ണൻ മാഷ് ഓർത്തെടുക്കുന്നു. എല്ലാവരും കാണുന്നുണ്ട്. ചിലയിടത്തൊക്കെ വെച്ച് കാണുമ്പോൾ എല്ലാവരും പൊട്ടിക്കരയും, കെട്ടിപ്പിടിച്ച് കരയും. പഴയൊരു ജീവിതം. ഞങ്ങളവിടെ അധ്യാപകരും ആയിട്ടല്ല ജീവിച്ചത്, കുടുംബാംഗങ്ങളായിട്ടാണ് ജീവിച്ചത്. മുറിവുകൾ മനസ്സിനാണ്, അതുണങ്ങാൻ സമയമെടുക്കും. ഉണ്ണിമാഷ് വീണ്ടും കുട്ടികളുടെ അടുത്തേക്ക് ഓടി. ഉരുളെടുത്ത പ്രിയപ്പെട്ടവരുടെ ഓർമ്മകൾ ഉറങ്ങുന്നത് പുത്തുമലയിലെ പൊതുശ്മശാനത്തിലാണ്. ജൂലൈ 30 ഹൃദയഭൂമി എന്നറിയപ്പെടുന്ന പൊതുശ്മശാനത്തിൽ 265 കല്ലറകളാണുള്ളത്. ദുരന്തമുണ്ടായി മണിക്കൂറുകൾക്കകം ഹാരിസൺ പ്ലാന്റേഷന്റെ 64 സെന്റ് ഏറ്റെടുത്താണ് സംസ്ഥാന സർക്കാർ ശ്മശാനമൊരുക്കിയത്. തിരച്ചിലിൽ ലഭിച്ച മൃതദേഹങ്ങളും ശരീരഭാഗങ്ങളും സർവ്വമത പ്രാർത്ഥനയോടെ ഇവിടെ സംസ്കരിച്ചു. പിന്നീട് DNA പരിശോധനയിലൂടെയാണ് പലരെയും തിരിച്ചറിഞ്ഞത്. ശ്മശാന ഭൂമിയിൽ ഉരുൾ സ്മാരകവും ഗവേഷണ കേന്ദ്രവും ഉയരും. സ്മാരകത്തിന് സർക്കാർ 6 കോടി രൂപ വകയിരുത്തിയിട്ടുണ്ട്. പ്രകൃതി ദുരന്തങ്ങളെ പ്രതിരോധിക്കാനുള്ള ഗവേഷണ കേന്ദ്രമായി സ്മാരകം മാറും. താൽക്കാലിക പുനരധിവാസത്തിന്റെ ഭാഗമായി ജില്ലയുടെ പല ഭാഗങ്ങളിലായി വാടക ക്വാർട്ടേഴ്സുകളിലാണ് ഇന്ന് ചൂരൽമല മുണ്ടക്കൈ നിവാസികൾ താമസിക്കുന്നത്. ചൂരൽമല സ്കൂൾ റോഡിൽ ഹൈസ്കൂളിന് തൊട്ട് സമീപത്തായിരുന്നു സഞ്ജു നിവാസിൽ ബേബി അമ്മയുടെ വീട്. ഉരുൾപൊട്ടലുണ്ടാകുമ്പോൾ ബേബി അമ്മയും ഭർത്താവ് സെൽവരാജും ഉൾപ്പെടെ 6 പേർ വീട്ടിലുണ്ടായിരുന്നു. പരിക്കേൽക്കാതെ എല്ലാവരും രക്ഷപ്പെട്ടെങ്കിലും വീട് പൂർണ്ണമായും തകർന്നു. ഇന്ന് കാരപ്പുഴ ക്വാർട്ടേഴ്സിലാണ് ബേബി അമ്മയും കുടുംബവും താമസിക്കുന്നത്. നമ്മളൊരു സ്കൂളും നമ്മളെ നാടും ഒക്കെ പോയി. പിന്നെ എത്ര കുടുംബങ്ങൾ എല്ലാവരും പോയി. അതൊക്കെ ഓർക്കാൻ നമുക്ക് ഒരിക്കലും എത്ര തന്നെ എന്ത് തന്നെയാലും ആ ഒരു നടുക്കം നമ്മളെ മനസ്സിൽ നിന്ന് പോകില്ല. മഹാദുരന്തമുണ്ടാക്കിയ ആഘാതം മാസങ്ങളോളം പിന്തുടർന്നുവെന്ന് അമ്മ ഓർത്തെടുക്കുന്നു. എനിക്ക് 3 മാസം സുഖലതായി, ഇങ്ങനെ ഒരു മെൻ്റൽ പോലെ. പിന്നെ അങ്ങനെ 3 മാസം കൗൺസിലിങ്ങിനൊക്കെ നടത്തി. പിന്നെ അങ്ങനെ ഇപ്പൊ സുഖമായി. പിന്നെ ഡോക്ടർ പറഞ്ഞു 3 മാസം മരുന്ന് കഴിച്ചാൽ മതിയെന്ന്. നാടാകെ ഒരു കുടുംബം പോലെ കഴിഞ്ഞിരുന്നവർ ഇനി എന്തെല്ലാം സഹായം ലഭിച്ചാലും അവയൊന്നും നഷ്ടപ്പെട്ടതിന് പകരമാകില്ലെന്നാണ് നിറകണ്ണുകളോടെ അമ്മ പറയുന്നത്. നമ്മൾ നല്ലൊരു നാടായിരുന്നു. ഇതുപോലെ ഒരു കൂട്ടായ്മ, ഇങ്ങനത്തെ ഒരു സേകരണം, അങ്ങനത്തെ ഒരു നാടായിരുന്നു നമ്മളെ നാട്. ആ നാട് അങ്ങനെ എന്ത് സംഭവിച്ചു എന്തായി തന്നെ നമുക്ക് പറയാൻ പറ്റില്ല. കാരപ്പുഴ ക്വാർട്ടേഴ്സിൽ 16 വാടകക്കാരുണ്ട്. സരിത നിവാസിൽ സുശീലയമ്മ ഒറ്റയ്ക്കാണ് താമസം. വീട്ടുജോലിയെടുത്ത് കൂട്ടിവെച്ച സമ്പാദ്യം കൊണ്ട് നിർമ്മിച്ച വീടാണ് സുശീലയമ്മയ്ക്ക് ഒറ്റ രാത്രി കൊണ്ട് ഇല്ലാതായത്. ടൗൺഷിപ്പിൽ പൂർത്തിയാകുന്ന മാതൃകാ വീട് അമ്മ നേരിൽ പോയി കണ്ടിരുന്നു. ഉടൻ മറ്റു വീടുകളുടെയും പണി പൂർത്തിയാക്കി അവിടേക്ക് മാറ്റണമെന്നാണ് അമ്മയുടെ ആവശ്യം. പെട്ടെന്ന് കിട്ടണം, വേഗം കിട്ടട്ടെ. ഞങ്ങൾക്ക് ഇവിടെയൊക്കെ ഇരുന്ന് ഭയങ്കര ബുദ്ധിമുട്ടും കഷ്ടപ്പാടൊക്കെയാണ്. അപ്പൊ നമുക്ക് വേഗം കിട്ടിയാൽ അത്രയും നല്ലത്. എല്ലാം നഷ്ടമായ ഒരു കൂട്ടം ജനതയുടെ സ്വപ്നമാണ് കൽപ്പറ്റ എൽസ്റ്റൺ എസ്റ്റേറ്റിൽ തയ്യാറാകുന്ന പുനരധിവാസ ടൗൺഷിപ്പ്. അതിജീവിതർക്കായി നിർമ്മിക്കുന്ന ടൗൺഷിപ്പിന്റെ നിർമ്മാണം പുരോഗമിക്കുകയാണ്. ടൗൺഷിപ്പിൽ ഒരുങ്ങുന്ന 410 വീടുകളിലായി 1662 ആളുകൾക്കാണ് തണലൊരുങ്ങുന്നത്.
ടൗൺഷിപ്പിലെ മാതൃകാ വീടിന്റെ നിർമ്മാണം അവസാന ഘട്ടത്തിലാണ്. ടൗൺഷിപ്പ് ഉയരുമ്പോൾ ഒരു ജനതയുടെ പ്രതീക്ഷകൾ കൂടിയാണ് വളരുന്നത്. ഈ ജനത ഇപ്പോഴും പോരാട്ടം തുടരുകയാണ്. അവരെ കണ്ടു മടങ്ങുമ്പോൾ മനസ്സിൽ വന്ന വാക്കുകൾ ഇങ്ങനെ: ഹോപ്പ് ഈസ് ദ ലാസ്റ്റ് തിങ് എവർ ലോസ്റ്റ്. ഷാഫിക്കും സജയ്ക്കും അഖിലിനുമൊപ്പം ചൂരൽമലയിൽ നിന്നും ബെൻസൺ ബാബു മങ്ങാട്, ന്യൂസ് മലയാളം.